നടൻ മമ്മൂട്ടിക്കെതിരായ സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് നടൻ മമ്മൂട്ടിക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങൾ, എതിർപ്പുകൾ ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. അതിന്റെ കാരണമായത് കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊച്ചിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് നടത്തിയ സ്വീകരണ പരിപാടിയിൽ നടൻ മമ്മൂട്ടി പങ്കെടുത്തിരുന്നു. കൂടെ നിന്നുള്ള ചിത്രം പുറത്തുവരികയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജിൽ മമ്മൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്ന അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് ചിത്രത്തിന് താഴെയാണ് ആക്ഷേപകരമായ രീതിയിലുള്ള കമന്റുകൾ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു നിറയുന്നത്. അതിലൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ കമന്റുകൾ. അത് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസമേ ആയുള്ളൂ, വയനാട്ടിൽ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ നടൻ മമ്മൂട്ടി എത്തിയിരുന്നു. കൂടെ CPM ജില്ലാ സെക്രട്ടറി റഫീഖും ഉണ്ടായിരുന്നു. അപ്പോൾ റഫീഖിനോട് മമ്മൂട്ടി വളരെ രഹസ്യമായി ഒരു കാര്യം പറഞ്ഞു. താങ്കൾ ഇങ്ങനെ എൻ്റെ കൂടെ നടക്കരുത്, എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊപ്പമുള്ള ആളല്ലേ എന്ന് പൊതുജനം ധരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള കമൻറ്റുകൾ വന്ന് നിറയുന്നത്. ഇതുപോലെ വി.ഡി. സതീശനും പിണറായി വിജയനും ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ താങ്കൾ അവർക്കൊപ്പമുള്ള ആളല്ലേ എന്ന് ജനം ധരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ നിലപാടില്ലായ്മയെ ചോദ്യം ചെയ്തുകൊണ്ടടക്കം വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമാകുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അജിംസ്, ഇതിപ്പോൾ ഇടത് ഹാൻഡിലുകൾക്ക് മമ്മൂട്ടി ഒരു വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞോ? അത് കുറച്ചൊരു ന്യൂവാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു താരശരീരം, അദ്ദേഹം കേവലം ഒരു താരശരീരം മാത്രമല്ല മലയാളികൾക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് എന്താണ്, എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം പേറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഒരു ലെഫ്റ്റ് ലിബറലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് ലെഫ്റ്റ് ലിബറലാണ്. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും ഈ കൈരളിയുടെ ചെയർമാനായിരിക്കുന്നു, അതുപോലെ CPM നേതാക്കളുമായിട്ട് വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്നു. പല CPM വേദികളിലും, പക്ഷേ പ്രത്യേകിച്ച് DYFയുടെ സമ്മേളനത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു CPM കാരനാണ് എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ട്. അത് ശരിയുമാണ്. പക്ഷെ മമ്മൂട്ടി അത് സ്വയം പേറാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള പെരുമാറ്റത്തിൽ നമുക്ക് തോന്നുക. ഞാനൊരു പാർട്ടിക്കാരനല്ല എന്ന് നിരന്തരം പറയാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അക്രോസ് ഓൾ പാർട്ടീസ്, എല്ലാ പാർട്ടികളിലെയും നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത വ്യക്തിബന്ധവുമുണ്ട്. അത് താൻ ഒരു പാർട്ടിയുടെ ആളല്ല, തൻ്റെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ള പാർട്ടി മുദ്ര കുടഞ്ഞു കളയാൻ അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആളുകൾക്ക് പത്മഭൂഷൺ ലഭിക്കാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം അദ്ദേഹത്തെ നിരന്തരം തഴയുകയാണ്. പലവട്ടം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഒരു പക്ഷേ താനൊരു ലെഫ്റ്റിസ്റ്റാണ് അല്ലെങ്കിൽ CPM കാരനാണെന്ന്, അതുകൊണ്ടാണ് താൻ തഴയപ്പെടുന്നത് തോന്നലിൽ അദ്ദേഹം അത് പരമാവധി കുടഞ്ഞു കളയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അവസാന ശ്രമമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. അല്ലാതെ റഫീഖ് എന്ന വ്യക്തിയോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമൊന്നും ആവണമെന്നില്ല. ഞാൻ നിങ്ങളുടെ ആളല്ല, നിങ്ങളുടെ ആളാണെന്ന് തോന്നുന്നില്ലേ എന്നാണ് അദ്ദേഹം മൈക്കിൽ പറയുന്നത്. സ്വകാര്യമാണ്. മൈക്ക് തൊട്ടടുത്തുണ്ട്, നമ്മുടെ ക്യാമറയും മൈക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ആളുകൾ കേൾക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതാണ് പ്രശ്നം. അല്ലാതെ അദ്ദേഹം റഫീഖ് എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഏതെങ്കിലും തരത്തിലോ വ്യക്തിപരാഗ്യമോ അല്ലെങ്കിൽ പാർട്ടിയോടെ ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചയോ CPM എന്ന പാർട്ടിയോടുള്ള അകൽച്ചയോ ഒന്നുമല്ല. താനൊരു പാർട്ടിക്കാരനല്ല, താൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനല്ല എന്ന ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതേസമയം തന്നെ എല്ലാ പാർട്ടിക്കാരെയും ഭരിക്കുന്ന സർക്കാരിനെയും ഒക്കെ സൗഹൃദത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശനോടുത്ത സ്വീകരണത്തിൽ, എറണാകുളത്ത് പറവൂരിൽ നടന്ന സ്വീകരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഈ എല്ലാ പാർട്ടികളിലും സൗഹൃദമുണ്ടെന്ന് പറയുന്നത് പോലെ BJP നേതാക്കളുമായിട്ട് സൗഹൃദമുണ്ട്. അദ്ദേഹം രാമജന്മഭൂമിയിൽ പണിത ക്ഷേത്രം, രാമക്ഷേത്രത്തിൻ്റെ അക്ഷതം സ്വീകരിച്ച ഒരാൾ കൂടിയാണ്. അത് എത്രമാത്രം കോൺട്രവേഴ്ഷ്യലാണെന്ന് കൂടി ആലോചിക്കുക. അത് കേവലമായൊരു പാർട്ടി നേതൃത്വത്തോടോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോടുള്ള സൗഹൃദം മാത്രമല്ല, അതൊരു വളരെ ഐഡിയോളജിക്കൽ പ്രശ്നം കൂടിയാണ്. ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി RSS എല്ലായിടത്തും വ്യാപകമായ പ്രചാരണം, അതിൻ്റെ ശിലാന്യാസത്തോടനുബന്ധിച്ചൊരു വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു. ആ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് അക്ഷതം പലർക്കും കൊണ്ട് പ്രമുഖർക്കും അല്ലാത്തവർക്കും കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതല്ലാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും പാർട്ടിയോട് കൂറോ ഏതെങ്കിലും ഐഡിയോളജിയോട് കൂറോ ഇല്ല. സ്വയം അദ്ദേഹം ഒരു ലെഫ്റ്റ് ലിബറലായിട്ട് അസേർട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഒരു പാർട്ടിയോട് അദ്ദേഹത്തിന് കൂറില്ല. ഇത് മനസ്സിലാക്കി വേണം ഇപ്പോഴത്തെ പ്രശ്നത്തെ കാണാൻ. ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? ഒന്ന്, റഫീഖിനോട് അദ്ദേഹം പെരുമാറിയ രീതി, CPM ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം, അത് പാർട്ടി അണികളിൽ വലിയ തോതിലുള്ള അവമതിപ്പും നീരസവും ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാര്യം. മറ്റൊന്ന്, ഈ പത്മഭൂഷണ് വേണ്ടിയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൈയൊഴിയുന്നു എന്ന തോന്നലും CPM അണികൾക്കുള്ളിലും സാധാരണ ആൾക്കാർക്കിടയിലുമുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോൾ DYFയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് ഗുജറാത്തിൽ DYFI ശക്തമായിരുന്നെങ്കിൽ അവിടെ കലാപം നടക്കില്ലായിരുന്നു എന്നാണ്.
അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് DYFI പുകഴ്ത്തുന്നതോടൊപ്പം മാത്രമല്ല, ആ ഗുജറാത്ത് കലാപത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അത്തരം എവിഡൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളൊന്നും അദ്ദേഹം പിന്നീട് പറയുന്നില്ല. എന്ന് മാത്രമല്ല, പരമാവധി അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന രീതി. അപ്പോൾ ഇത് പൊതുവേ ഇത് മൊത്തത്തിൽ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തെ എന്തിനിങ്ങനെ ചുമന്ന് നടക്കണം പാർട്ടി എന്നൊരു തോന്നൽ പ്രത്യേകിച്ചും സൈബർ അണികളിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് കുറേയധികം ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുക മാത്രമല്ല, തെറി വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലും ഫോട്ടോയുടെ അടിയിൽ പോയി തെറി വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് ഈ സൈബർ പോരാളികളാണ് തെറി വിളിക്കുന്നത്. മറ്റു ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും പോസ്റ്ററുകൾ ഇടുന്നുണ്ട്. പ്രത്യേകിച്ചും സിനിമാ ബന്ധമുള്ള CPM-കാരായ ആളുകൾ പറയുന്നു മമ്മൂട്ടി അങ്ങനെയല്ല, മമ്മൂട്ടി ഒരു പോസ്റ്ററുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ആ പ്രൊഡ്യൂസറുടെ പോസ്റ്റർ കണ്ടത് അദ്ദേഹം പിഷാരടിയോടും ജഗദീഷിനോടും ഒക്കെ തർക്കിക്കുന്ന ആളാണ്, രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുന്ന ആളാണ്. അതിനർത്ഥം കോൺഗ്രസ്സുകാരെ വരെ തർക്കിച്ച് എതിർക്കുന്ന രാജേഷ് കൃഷ്ണ CPM-കാരനാണ് അദ്ദേഹം എന്ന് വാദിച്ച് സ്ഥാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വാദിച്ച് സ്ഥാപിക്കേണ്ടതോ അദ്ദേഹത്തെ തെറി വിളിക്കേണ്ടതോ ഒരു കാര്യമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു നടനാണ്. ഇപ്പോൾ എല്ലാ നടന്മാർക്കും ഇപ്പോൾ രാഷ്ട്രീയ നിലപാട് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ മറ്റൊരു ബിഗ് എം ആണല്ലോ മോഹൻലാലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാവുക കേരളത്തിൽ. ഒരുപക്ഷെ അത്രയും ഒരു ഐക്കണാണ്. അങ്ങനെ ഐക്കണായിട്ടുള്ള മോഹൻലാലിൻ്റെ രാഷ്ട്രീയ നിലപാട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, കൺഫ്യൂസ്ഡ് ആവും. അദ്ദേഹം ഒരു കാലത്ത് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ബ്ലോഗ് എഴുതുമായിരുന്നു. പിന്നീട് അതേ മോഹൻലാൽ തന്നെ എംപുരാൻ എന്ന് പറയുന്ന ഗുജറാത്ത് റൈറ്റിനെ വിമർശിക്കുന്നൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളൊക്കെ അദ്ദേഹം സ്വീകരിക്കും. അത് രാഷ്ട്രീയ നിലപാട് തന്നെയാണോ, അതല്ല കലയാണോ, ഇനി വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ നിലപാടാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ രാഷ്ട്രീയക്കാരായിട്ടും കലാകാരന്മാരുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. മറ്റൊന്ന്, ഒരു താരം എന്ന് പറയുന്നത്, താരം ഇൻ ദ സെൻസ് അത് സിനിമയിലാണ് താരം. വ്യക്തി ജീവിതത്തിൽ അവരൊരിക്കലും താരങ്ങളല്ല, അവർ സാധാരണ മനുഷ്യരാണ്. നമ്മളെപ്പോലെ തന്നെ ദൗർബല്യങ്ങളും ബലഹീനതകളും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യരാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണ്ടേ. അവരുടെ താരപരിവേഷം ലഭിക്കുന്നവർക്ക് സിനിമയിലാണ്. സ്വന്തം ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ആരാധനയോടെ കാണുന്ന ഈ താരങ്ങളെല്ലാം നമ്മളെക്കാൾ മോശം മനുഷ്യരായിരിക്കാം. മോശം ഇൻ ദ സെൻസ് നമ്മളെക്കാൾ ചിലപ്പോൾ നമ്മുടെ നിലപാടുകളേക്കാൾ മോശം നിലപാടുകൾ പേറുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകളേക്കാൾ ദുർബലമായ നിലപാടുകളായിരിക്കും അവർ. സാധാരണ മനുഷ്യർ തന്നെയാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ കാര്യം. അല്ലാതെ വെറുതെ അദ്ദേഹത്തെ തെറി വിളിച്ചിട്ടോ വാനോളം പോയിച്ചിട്ടോ ഒരു കാര്യമില്ല. യെസ്. അപ്പോൾ ദാവൂസർ, ഈ കലാകാരന്മാരായി കാണാൻ കഴിയാത്തതാണോ ഈ സൈബർ വെട്ടുകളുടെ പ്രധാന പ്രശ്നം? അല്ല, അത് ഇപ്പോൾ നടക്കുന്ന മമ്മൂട്ടിക്കെതിരായി നടക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ പ്രധാനമായും CPM സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്നാണ്. അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കാണുമ്പോൾ മമ്മൂട്ടിക്കെതിരായിട്ടുള്ള ഒരാക്രമണം എന്നുള്ള നിലക്കല്ല ഞാൻ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള CPM അണികളുടെ സൈബർ അണികളുടെ അവരുടെ ഒരു സൈബർ ബിഹേവിയർ പരിശോധിച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഗതി അതിനകത്തുണ്ട്. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരണയില്ലാതെ പല സ്വഭാവത്തിൽ ഇത് ചെതറിയിരിക്കുകയാണ്. ഒരു കയോട്ടിക് സിറ്റുവേഷൻ അതിനകത്തുണ്ട്. പലരും പല വഴിക്കാണ്. ഇപ്പോൾ പലതരം സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്, വിശകലനങ്ങൾ വരുന്നുണ്ട്, പല വഴിക്കുള്ള നറേറ്റീവ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പം മമ്മൂട്ടിക്കെതിരായ ഇതിനെക്കുറിച്ചല്ല ചോദിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് CPM-ൻ്റെ പ്രധാനപ്പെട്ട സൈബർ അണികൾ അവരുടെ ആക്രമണത്തിൻ്റെ കുന്തമനെ തിരിച്ചു വെച്ചിരിക്കുന്ന ഒരാളാരാണെന്നറിയോ? PB അംഗമായിട്ടുള്ള വിജയരാഘവനെതിരെയാണ്. മലപ്പുറത്ത് നിന്നുള്ള വിജയരാഘവനെതിരെ. വിജയരാഘവൻ മുതലാളിമാരുടെ കൂടെ കൂടിയിട്ട് പാർട്ടിയെ ഒറ്റുകൊടുക്കുകയാണ് എന്നുള്ള ആ ആഖ്യാനം വെച്ചുള്ള നിരവധിയായിട്ടുള്ള കണ്ടന്റുകൾ വളരെ പ്രധാനപ്പെട്ട CPM-ൻ്റെ സൈബർ അണികൾ അതുമായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് പരസ്യ പ്രസ്താവന ഇറക്കേണ്ടി വന്നു ആ വിഷയത്തിൽ. അപ്പോൾ പരസ്യ പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനോട് ഇവരെങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയോ? ജില്ലാ പഞ്ചായത്തിൽ മുഴുവൻ സീറ്റും നഷ്ടപ്പെട്ടപ്പോൾ പ്രതികരണം ഉണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16-ലും തോറ്റപ്പോൾ, മലപ്പുറത്തെ കഥയാട്ടോ പറയുന്നത്, 16-ലും തോറ്റപ്പോൾ പ്രതികരണം ഉണ്ടായില്ല. ഇതെന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശകലനമോ ഒരു പ്രതികരണമോ ഇല്ല. പക്ഷേ നേതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് ഉടൻ പ്രതികരണവുമായിട്ട് എന്തൊരു സജീവതയാണ് നമ്മുടെ പാർട്ടിക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഇദ്ദേഹത്തിൻ്റെ മറുപടിക്കെതിരായിട്ട് രംഗത്ത് വന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് വലിയ വിജയരാഘവനെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്, പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ വിമർശനം വരുന്നുണ്ട്, ഗോവിന്ദൻ മാഷ്ക്കെതിരായി അതിഭീകരമായ രീതിയിൽ ആക്രമണം അണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. അണികളുടെ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ കേട്ടോ പറയുന്നത്. കണ്ണൂർ പാർട്ടിക്കെതിരായിട്ട് സവിശേഷമായിട്ടുള്ള വിമർശനം വേറെ വരുന്നുണ്ട്. അതിൽ തന്നെ KK രാഗേഷിനെ പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള വിമർശനം അങ്ങനെയുണ്ട്. P ജയരാജനെ പൊക്കിക്കൊണ്ട് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നുണ്ട്.
അപ്പോൾ ആ നിലക്ക് എന്താ പറയുക ഒരുതരം അലകും പിടിയും അഴിഞ്ഞ സ്വഭാവത്തിൽ അങ്ങനെ അരാജകമായ സ്വഭാവത്തിലാണ് CPM-ൻ്റെ ഈ സൈബർ പോരാളികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു തിരിച്ചടി ഉണ്ടായി, അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായി. അപ്രതീക്ഷിതമായ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു പോയിന്റിൽ എല്ലാവരും യോജിച്ചിരുന്നു, 3ാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വലിയ ആത്മവിശ്വാസത്തിലിരിക്കുന്ന ആളുകൾ ആത്മവിശ്വാസത്തിനനുസരിച്ച് ജയം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ് ഉണ്ടായത്. ചരിത്രത്തിലില്ലാത്ത പരാജയമാണ് ഉണ്ടായത്. പാർട്ടിയുടെ കോട്ടകളിൽ വരെ പാർട്ടി തോറ്റുപോയി. അപ്പോൾ ഉണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്, മനസ്സിലാകായ്മയുണ്ട്. വാട്ട് റിയലി ഹാപ്പൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് തിരിയാത്തതിന് ആ ഒരു അസ്വസ്ഥതയും ഫ്രസ്ട്രേഷനും പല വഴിക്ക്. അപ്പോൾ കുറേ ആളുകൾ പിണറായി ചീത്ത പറയുന്നു, കുറേ ആളുകൾ MP ഗോവിന്ദനെ ചീത്ത പറയുന്നു, കുറേ ആൾ KK രാഗേഷിനെ ചീത്ത പറയുന്നു, കുറേ ആൾ AJ വിരജാൻ ചീത്ത പറയുന്നു, ഇപ്പോൾ കിട്ടി മമ്മൂട്ടിയെ ചീത്ത പറയുന്നു. അത്ര കണ്ടാൽ മതി. അങ്ങനെ അത്രേ അതുള്ളൂ. തോൽവിയുടെ ക്ഷീണം ആരെങ്കിലും ചീത്ത വിളിച്ചങ്ങ് തീർക്കുകയാണ്. അത് സ്വാഭാവികമല്ലേ? ഒരു വിജയത്തിന് പരാജയത്തിന് ഉത്തരവാദികൾ ഇന്നവനാണ് എന്ന് പറയുക അത് സ്വാഭാവികമായൊരു മനുഷ്യഭാവമാണ്. അത് പാർട്ടിക്കകത്തുണ്ടാവും. പിന്നെ പാർട്ടി കൺക്ലൂസീവായിട്ടുള്ള ഒരു നിലപാടിലെത്തിയിട്ടില്ല, അതും കൂടെ കാണണം. പാർട്ടി എന്താണ് എടുത്തിരിക്കുന്നത്? പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്, സ്റ്റേറ്റ് കമ്മിറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ താഴേക്ക് വിടുകയാണല്ലോ. ഈ പറയുന്ന എന്താണ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ എവിടെ പോകും? ജില്ലാ കമ്മിറ്റിയിൽ പോകും. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏരിയയിൽ, ഇങ്ങനെയൊക്കെ അതിനൊരു ഹൈറാർക്കി വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മേലെ നിന്ന് താഴോട്ടുള്ളൊരു സംഗതി നടക്കുകയാണ്. ഇത് എഗൻ എനിക്ക് തോന്നുന്നു താഴ്ന്ന് മേലോട്ട് റിവേഴ്സിൽ സഞ്ചരിക്കും. അതിനുശേഷം പാർട്ടി എഗൻ കമ്മിറ്റി കൂടിയിട്ട് അവരൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു പോയിന്റിലെത്തുമായിരിക്കും. അത് അവരെന്ത് ചെയ്യും? എഗൻ റിപ്പോർട്ട് ചെയ്യും. പാർട്ടി അണികളോട്, പാർട്ടി ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്താണ്? ശൂന്യതയാണ്. ഈ പരാജയത്തെക്കുറിച്ചിട്ട് പാർട്ടി അണികൾ എന്തു പറയണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇതിലുള്ള നിഗമനം, വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നിഗമനം എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അണികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല. കാരണം ആ നിർദ്ദേശം കൊടുക്കാവുന്ന ആ പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇതൊരു എന്താ നമ്മൾ പറയുക, ഒരു സംക്രമണ കാലമാണ്. ഇപ്പോൾ സൈദ്ധാന്തികന്മാർക്കൊക്കെ എന്താണ് അവരുടേതായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പല സ്വഭാവത്തിലാണ് അതിങ്ങനെ പടം. ഇപ്പോൾ KK രാഗേഷിൻ്റെ കുപ്രസിദ്ധമായ പ്രസ്താവന എന്താണ്? ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പാണിത്. ഈ അടിയെല്ലാം കിട്ടിയതിന് ശേഷം അങ്ങേർക്ക് ഇത് തന്നെയാണ് ബോധം വരുന്നത്. അപ്പോൾ CPM-ൻ്റെ സാധാരണ അണികൾ മാത്രമല്ല, സൈബർ സ്പേസിൽ CPM-ന് വേണ്ടിയിട്ട് സിദ്ധാന്തങ്ങൾ, ഘനഗംഭീരമായ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ സൈദ്ധാന്തികർ അവർ രാഗേഷിനെതിരെ പോസ്റ്റ് ചെയ്തു. രാഗേഷ് പറഞ്ഞത് ശരിയായില്ലെന്ന്. പക്ഷെ നമ്മൾ കാണുക വിചിത്രമായൊരു കാര്യം, രാഗേഷിന് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആരാണെന്നറിയോ? SDP-യുടെ പ്രൊഫൈലുകളാണ്. അത്ഭുതകരമായുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ സാധാ സൈബർ വെട്ടുകളിൽ മാത്രം അവരുടെ ലീഡേഴ്സ് മുതൽ താഴെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്തു. ഞാൻ സൈബർ സ്പേസിലാണ് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് രാഗേഷിന് പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്തു. പക്ഷേ നമുക്കറിയാം സൈബർ സ്പേസിൽ വ്യാപകമായിട്ട് അദ്ദേഹത്തെ എതിർക്കുകയാണ് CPM-ൻ്റെ സൈബർ സൈദ്ധാന്തികർ ചെയ്തത്. പക്ഷേ ഇപ്പുറത്ത് പുതിയ സഖ്യകക്ഷികൾ ഈ പറയുന്ന രാഗേഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ വിചിത്രമായ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM-ൻ്റെ LDF-ൻ്റെ ഈ പരാജയത്തിൻ്റെ പല ഘടകങ്ങളിൽ ഒരു ഘടകം ഇവരുടെ സൈബർ അണികളുടെ പെരുമാറ്റം കൂടെയാണ്. അവർ സൈബർ ഇടത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, ന്യായീകരണ യുക്തികൾ, ഇസ്ലാമോഫോബിക് കണ്ടൻറ്റുകൾ, സമൂഹത്തിലെ അവർ പ്രസരിപ്പിച്ച LDF-നെ കുറിച്ചിട്ടുള്ള സാമാന്യ ബോധം സ്വയമായിട്ടുണ്ടാക്കി വിതരണം ചെയ്തല്ലോ. അതെ. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു വിൻഡോ എന്ന് പറയുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് സൈബർ സ്പേസ് ആണ്. അത് LDF-ന്റെ പരാജയമാണ്. ഇപ്പോൾ സൈബർ അണികളെ കുറ്റപ്പെടുത്തുന്നതും അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു തർക്കവിഷയമാണ്. അത് നേതാക്കൾ പറയുന്നതാണല്ലോ ഇവർ ചെയ്യുന്നത്. നേതാക്കൾ പറയുന്നത് നമ്മൾ സൈബർ ഇടത്തിൽ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന സൈബർ സ്പേസ് എന്ന് പറയുന്ന ആ ഇടം, അത് നമ്മുടെ സാധാരണ കമ്മിറ്റി, ഇവരുടെ ഒരു രീതി ഉണ്ടല്ലോ, കമ്മിറ്റി കൂടുക റിപ്പോർട്ട് ചെയ്യുക, ഇതാണ് CPM-ൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ് ഹാൻഡ്ലിങ് ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരിധിക്ക് പുറത്ത് കിടക്കുന്നൊരു സ്ഥലമാണത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുക? ആ ഒരു ഏരിയ
അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് പാടാണ്. പാടാണെന്ന് പറഞ്ഞാൽ പഴയ കമ്മിറ്റി രാഷ്ട്രീയം മതിയാവില്ല അത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അത് എന്താണ് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഒരു പാർട്ടിക്കും സമ്പൂർണ്ണമായി അവരുടെ സൈബർ സ്പേസ് ഒരു തികഞ്ഞ അച്ചടക്കത്തോടു കൂടി മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം വാളെടുത്തവൻ വിളിച്ചപ്പാട് ഒരു പ്രൊഫൈലുള്ളവൻ അവൻ പടച്ചവനാകുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ പക്ഷേ അതേസമയം ഒരു കോമൺ ഓറിയൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുക. CPM പോലത്തെ ഒരു പാർട്ടിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാവുന്ന കണ്ടന്റ് ആയി കഴിഞ്ഞിട്ടില്ലല്ലോ. അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പം എല്ലാവരും എടുത്ത് കിട്ടുന്ന വാളെടുത്ത് കിട്ടുന്നവന് നേരെ വീശുന്നു. അതിലിപ്പം മമ്മൂട്ടിയാണ് പെട്ടിരിക്കുന്നതേ ഉള്ളൂ. യെസ്, എന്തായാലും ഇതിൽ ചില കമൻറ്റുകളിൽ കണ്ടത് ഈ LDF നേരിടേണ്ടി വന്ന കനത്ത പരാജയത്തിൻ്റെ ഒരു കാരണം മമ്മൂട്ടിയുടെ പെരുമാറ്റമാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ CPM നേതൃയോഗങ്ങളിലൊന്നും തന്നെ മമ്മൂട്ടിയുടെ നിലപാടും പെരുമാറ്റവും തോൽവിയുടെ കാരണങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്ന വിലയിരുത്തലുണ്ടായിട്ടില്ല. നോക്കൂ, ഇവിടെ തോൽവിയുടെ പഴി ആരുടെയെങ്കിലും മേലിടാനാണ് ഉദ്ദേശമെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ളൂ.